വീണ്ടും ഇവിടെ വരുന്നതിന് സന്തോഷമുണ്ട്. എല്ലാവർക്കും കേരളത്തിൽ ആശംസകൾ. ഈ ദിനത്തിൽ 64 കലകൾ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു വാദ്യമാണ് ഞാൻ ഇവിടെ വായിക്കുന്നത്. അറിയാത്തവർക്ക് വേണ്ടി പറയുന്നു മാത്രം. ഈ വാദ്യത്തിനകത്ത് 64 കലകളാണ് ഈ കാണുന്ന പൊടിപ്പ്. 4 വേദങ്ങൾ, 6 ശാസ്ത്രങ്ങളുണ്ട്. ജീവാത്മാവ് പരമബന്ധത്തിലൂടെ ആധാരമായ 2 വട്ടങ്ങൾ, നമ്മുടെ ശരീരം ബോഡി എന്ന് പോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ചുറ്റി നമുക്കുള്ള നാസിക ഡോസ്, നമ്മൾ ശ്വസിക്കാനുള്ള എന്ന് പറഞ്ഞ പോലെ ഒരു ഹോൾ നാസിക ഉണ്ട്. ഇതിനകത്ത് നമ്മുടെ ഹൃദയസ്പന്ദനം പോലെ തന്നെ ഒരു പ്രകമ്പനം ചെയ്യിക്കുവാനുള്ള സിമ്പത്തറ്റിക് വൈബ്രേഷൻ കിട്ടുവാനുള്ള ഒരു ഈ വാദത്തിലൂടെയാണ് വൈബ്രേഷൻ കിട്ടുന്നത്. ഇതെല്ലാം ചേർന്ന് ഒരു ശൈവവാദ്യമായി കണക്കാക്കുന്നതുകൊണ്ട് തന്നെ ശിവന്റെ കയ്യിൽ ഡമരുവിന്റെ ഒരു കുടുംബത്തിൽപ്പെട്ടതുകൊണ്ട് ഈ കഴുത്തിൽ ഇടുന്നത് നാഗാഭരണം, ശകരാഭരണം, നാഗാഭരണം പോലെയാണ് വയ്ക്കുന്നത്. ഇതെല്ലാം ചേർത്ത് ഈ വാദ്യത്തിന് നമ്മൾ കോലുകൊണ്ട് വായിച്ച് മേളം ഒരുക്കുന്നു. ഏറ്റവും അഭിമാനം എന്താന്ന് വെച്ചാല് ലോകത്തിൽ തന്നെ ഡ്രംസ്, താളവാദ്യങ്ങൾ ഒരുപാടുണ്ടെങ്കിലും ഈ ഒരു വാദ്യത്തിൽ മാത്രമേ സപ്തസ്വരങ്ങൾ വായിക്കാൻ, ഒരു വാദ്യത്തിൽ വായിക്കാൻ കഴിയുള്ളൂ. ബാക്കി എല്ലാ മൃദംഗം, തബല, ഏത് ഇൻസ്ട്രുമെന്റ് എടുത്താലും അതിനൊരു 7 സ്വരങ്ങൾ വായിക്കണമെങ്കിൽ 7 വാദ്യങ്ങൾ വേണം. ഈ ഇൻസ്ട്രുമെന്റ് മാത്രം ഒരു വാദ്യത്തിൽ ഏത് ശ്രുതിയിലും ഏത് താളവും ഏത് രാഗവും ഏത് സ്വരവും വായിക്കാവുന്ന ലോകത്തിലെ ഏക ഇൻസ്ട്രുമെന്റാണ് കിടക്ക. അത് കൈകാര്യം ചെയ്യുന്നതിൽ ഏറ്റവും സന്തോഷം. അത് തീർച്ചയായും നമുക്ക് എല്ലാവരും അഭിമാനമുള്ള കാര്യം നമ്മുടെ കേരളത്തിന്റെ സ്വന്തം വാദ്യമാണ്. അതാണ് ഏറ്റവും വലിയൊരു. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഇന്നത്തെ ഈ ദിനത്തിൽ 2 വരി പാടിക്കൊണ്ട് ആരംഭിക്കാം. കേരളം കേരളം കേളികൊട്ടുയരുന്ന കേരളം, കേളി കദംബം പൂക്കും കേരളം, കേരളി സദനമാകും കേരളം. പാട്ട് ഇടയ്ക്കിൽ മാത്രമേ വായിക്കുകയാണെങ്കിൽ കേരളം കേരളം കേളികൊട്ടുയരുന്ന കേരളം, കേളി കദംബം പൂക്കും കേരളം, കേരളി സദനമാവിൻ കേരളം. ഇങ്ങനെ വായിക്കാൻ കഴിയുന്ന ലോകത്തിൽ ഒരു വാദ്യമുള്ളൂ. നമുക്ക് വീണ്ടും ഞാൻ എടുത്തെടുത്ത് പറയുന്നത് നമ്മുടെ കേരളത്തിലെ ഇടയ്ക്ക് മാത്രമാണ്. നമ്മൾ പോയിരുന്ന കാലം ഇങ്ങനെയുള്ള ഒരു പാട്ട് പാടാൻ എനിക്ക് സത്യത്തിൽ പേടിയുണ്ട്. എല്ലാവർക്കും അറിയുന്ന പാട്ടായിരിക്കും അത്. ഞാൻ ഇടയ്ക്ക് വായിക്കാൻ പറയുന്നത് താളം കൂടി. ശരി.
ഇനി എന്താ ചെയ്യുന്നത്? ആമന്ദമാമന്ദ കോമന കാൽ വെച്ചു താളത്തിലെ നടത്തി. ആമന്ദമാമന്ദ കോമന കാൽ വെച്ചു താളത്തിലെ നടത്തി. പിന്നെന്തോ അല്ല, അത് കഴിഞ്ഞിട്ട് അറിയാമോ വരി അവര് വിട്ടുപോയി. ഇതെല്ലാം കഴിഞ്ഞ് മഹാബലി കേരളത്തെ കണ്ടിട്ട് അന്നത്തെ ഒന്നും മറന്നിട്ടില്ലെന്നോളം നീ എന്ന കണ്ണീർ പൊടിപ്പുകൾ ചൊല്ലി ആദ്യത്തെ പൂശിയതാണ് ഒന്നാമുഖത്താടി മറഞ്ഞു. പൂമരം പോലെ നീ പൂമുഖത്തിൽ നിന്നു. വീരസമുള്ള വീരാളിപ്പട്ടിൽ നീ പൂമേനി പൊന്നായി നിന്റെ പൂമേനി പൊന്നായി നിന്നെ. പൂക്കളം കാണുന്ന പൂമരം പോലെ നീ പൂമുഖത്തിൽ നിന്നു. ആ മഹാബലി കേരളത്തിൽ കൊടുത്ത ഉമ്മയോട് ഞാൻ നിങ്ങൾ ആ ചുംബനം നിങ്ങൾ തരുന്നു. ഈ വേദി നമ്മളെടുത്തു. നമസ്കാരം. നമുക്കിപ്പോൾ ഇരട്ടി മധുരമാണ് നമുക്ക് വയലാർ തന്നത്. ഞാനവിടെ നോക്കിയപ്പോൾ ഒരു അസോസിയേഷൻ 4 തരം പായസം കൊടുക്കുന്നുണ്ട് ഒരു അസോസിയേഷൻ തന്നെ, ഇരട്ടി മധുരം പോലെ. അപ്പോൾ ഇവിടെ നമ്മൾ 2 വാക്ക് കേൾക്കാൻ വേണ്ടി കൊതിച്ചിരുന്ന നമ്മുടെ മുന്നിലേക്ക് വാക്ക് വരികളിലൂടെ ഒരു നിലാവായി പുഴയായി ഒഴുക്കി തന്ന അദ്ദേഹത്തിന് നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ നമസ്കരിക്കുകയാണ്. അടുത്തതായി
Thank you. അയ്യടി പോരാ. വെച്ചമ്മ എടുത്ത് കൂട്ടി വെച്ച് വലത്ത് വെച്ചേ മതി. വലത്ത് കൂട്ടി മാറി എടുത്ത് കൂട്ടി എടുത്തു മുമ്പിൽ വെച്ചമ്മ ചാടി കെട്ടി വലത്തൊഴിച്ച് വെട്ടി ഇടത്ത് നീട്ടി വരുന്നമ്മ നീവ നേരിട്ട് പോയി മാറി. വലത്ത് നേരെ എടുത്ത് നേരെ വലത്ത് നേരെ എടുത്ത് നേരെ വലത്ത് നേരെ വീട് മാറ്റി വരുന്നമ്മ മാറി ഇടത്തേക്കാൾ കൂട്ടി എടുത്ത് നോക്കി മുമ്പിൽ വെച്ചമ്മ ചാടി കെട്ടി വലത്തൊഴിച്ച് വെട്ടി ഇടത്തേക്ക് നീട്ടി വരുന്നമ്മ നീവ നേരിട്ട് പോയി മാറി. വലത്ത് നേരെ എടുത്ത് നേരെ വലത്ത് നേരെ എടുത്ത് നേരെ വലത്ത് നേരെ വീട് മാറ്റി തിരിഞ്ഞേടി വലിഞ്ഞമ്മ മാറി ഇടത്തേക്കാൾ കൂട്ടിയെടുത്ത് നോക്കി മുമ്പിൽ വെച്ചമ്മ ചാടി കെട്ടി വലത്തൊഴിച്ച് വെട്ടി ഇടത്ത് നീട്ടി വലിഞ്ഞമ്മ നീവ നേരിട്ട് പോയി മാറി. വലിഞ്ഞമ്മ കാഴ്ചയിൽ നീക്കി തെറിച്ച് വലത്തുകാൽ മുമ്പിൽ നീട്ടി ചവിട്ടി വല പറ മാറിയമ്മ കൂലിക്ക് Thank you.